ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാമായണം 3-ാം ദിവസം വായിക്കേണ്ട ഭാഗത്തിൻ്റെ കഥ കേട്ടാലോ? അങ്ങനെ 10 മാസം തികഞ്ഞപ്പോൾ മേടമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിവസം പുണർദ നക്ഷത്രത്തിൽ കൗസല്യ അത്ഭുത സ്വരൂപിയായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ സമയത്ത് ലഗ്നം കർക്കിടകമായിരുന്നു. 5 ഗ്രഹങ്ങൾ ഉച്ചസ്ഥായിയായി നിന്നിരുന്നു. മധ്യാഹ്ന സമയമായിരുന്നു. ആകാശത്ത് നിന്ന് ദേവന്മാരുടെ പുഷ്പവൃഷ്ടി ഉണ്ടായി. വാദ്യങ്ങൾ മുഴങ്ങി. ജഗത്തിൻ്റെ മുഴുവൻ രക്ഷിതാവും ഒരിക്കലും മാറ്റമില്ലാത്തവനും പരമാത്മാവുമായ ഭഗവാൻ മഹാവിഷ്ണു കൗസല്യയുടെ പുത്രനായി അവതരിച്ചു. നീലത്താമരപ്പൂവിൻ്റെ നിറമായിരുന്നു ഭഗവാന്. മഞ്ഞപ്പട്ട് ധരിച്ചിരുന്നു. ചെന്താമരപ്പൂവ് പോലെ നീണ്ടുവിടർന്ന സുന്ദരമായ കണ്ണുകൾ, കാതിൽ മകരകുണ്ടലങ്ങൾ, 1000 സൂര്യന്മാർ ഒന്നിച്ചുയർന്നതുപോലെയുള്ള ശോഭ, കിരീടമണിഞ്ഞ ശിരസ്, ചുരുണ്ടു നീണ്ട തലമുടി, ശംഖചക്രഗദാ പത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകൾ, അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന പുഞ്ചിരിപ്പൂ നിലാവോടു കൂടിയ മുഖം, കാരുണ്യം ഒഴുകുന്ന കടാക്ഷം, ശ്രീവത്സം എന്ന മറുക്, മുത്തുമാലകൾ, തോൾവളകൾ, കാൽത്തളകൾ എന്നീ തുടങ്ങിയ ആഭരണങ്ങൾ. ഇങ്ങനെ ഭംഗിയുള്ള സ്വരൂപത്തിൽ പരമാത്മാവായ ഭഗവാൻ തൻ്റെ പുത്രനായി ജനിച്ചത് കണ്ട് ആശ്ചര്യപരവശയായി ആനന്ദത്തോടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് കൗസല്യ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞതിന് ശേഷം കൗസല്യാദേവി ഭഗവാനോട് അഭ്യർത്ഥിച്ചു, ആനന്ദസ്വരൂപവും ആകർഷകവുമായ പാദസ്വരൂപത്തെ സ്വീകരിക്കണേ ഭഗവാനെ. അങ്ങനെ ചെയ്താൽ കോമളബാലനായ അങ്ങയെ ആലിംഗനം ചെയ്തും അങ്ങയോട് സംസാരിച്ചും എനിക്ക് ഭക്തി വളർത്താനും അജ്ഞാനത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കുവാനും കഴിയും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യാം. രാവണനെ കൊന്ന് ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായി ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ അവതാരമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ അമ്മയും ദശരഥ മഹാരാജാവും ഞാൻ മകനായി ജനിക്കണമെന്ന് ആവശ്യത്തോടെ വളരെ കാലം തപസ് ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങളുടെ പുത്രനായി പിറക്കാൻ കാരണം. പൂർവ്വജന്മത്തിൻ്റെ തപസ്സിൻ്റെ ഫലമായിട്ടാണ് അമ്മയ്ക്ക് എന്നെ ഈ രൂപത്തിൽ കാണാൻ കഴിഞ്ഞത്. വേണ്ടത്ര സുഹൃതമില്ലാത്തവർക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല. അതേസമയം നമ്മുടെ ഈ സംഭാഷണത്തെ കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും മരണസമയത്ത് എന്നെ സ്മരിക്കാനും മുക്തിയെ പ്രാപിക്കാനും ഇടയായിത്തീരും. ഇങ്ങനെ കൗസല്യാദേവിയോട് പറഞ്ഞ് തൊട്ടടുത്ത നിമിഷം ഭഗവാൻ ഒരു സാധാരണ ശിശുവായി കരയാൻ തുടങ്ങി. ഉദിച്ചുയർന്ന സൂര്യനെ പോലെ ശോഭയോട് കൂടിയവനും അതീവ സുന്ദരനുമായിട്ടുള്ള ഒരു മകൻ തനിക്ക് ജനിച്ചു എന്ന് ദശരഥ മഹാരാജാവ് അറിഞ്ഞു. ഇത് കേട്ട് അദ്ദേഹം ആനന്ദ സമുദ്രത്തിൽ ആറാടി. ഗുരുവായ വസിഷ്ഠമുനിയെയും കൊണ്ട് അന്തഃപുരത്തിലേക്ക് കയറി ദശരഥ മഹാരാജാവ് കൗസല്യയെയും ശിശുവിനെയും കണ്ടു. താമര ഇതൾ പോലെ നീണ്ട സുന്ദരങ്ങളായ കണ്ണുകളോട് കൂടിയ തൻ്റെ കുഞ്ഞിനെ കണ്ട് സന്തോഷത്തോടെ ആ കുഞ്ഞിന് വേണ്ട ജാതകർമ്മങ്ങളെല്ലാം ചെയ്തു. തൊട്ടടുത്ത ദിവസം പൂയ നക്ഷത്രത്തിൽ കൈകേയി മനോഹരമായ ഒരു ബാലനെ പ്രസവിച്ചു. അടുത്ത ദിവസം ആയില്യം നക്ഷത്രത്തിൽ സുമിത്ര പായസത്തിൻ്റെ 2 പകുതി കഴിച്ചതിനാൽ ഇരട്ട കുഞ്ഞുങ്ങളാണ് ഉണ്ടായത്. പൂർണ്ണചന്ദ്രന്മാരെ പോലെ തേജസ്വികളായ 2 ഉണ്ണികൾ. ഇങ്ങനെ 4 പുത്രന്മാരുണ്ടായ സന്തോഷത്തിൽ ദശരഥൻ ബ്രാഹ്മണർക്ക് 1000 ഗ്രാമങ്ങളും ധാരാളം സ്വർണ്ണ നാണയങ്ങൾ, വസ്ത്രങ്ങൾ, പശുക്കൾ ഇവയെല്ലാം ദാനം ചെയ്തു. പിന്നീട് നാമകരണമായിരുന്നു. കൗസല്യയുടെ മകനെ വസിഷ്ഠ മഹർഷി രാമൻ എന്ന് നാമകരണം ചെയ്തു. വിദ്യ കൊണ്ട് അജ്ഞാനം നശിക്കുമ്പോൾ യോഗികൾ രമിക്കുന്നത്, ആനന്ദിക്കുന്നത് പരമാത്മാവിലാണ്. അതിനാൽ രാമൻ എന്ന പേരിനെ ആനന്ദസ്വരൂപനായ പരമാത്മാവ് എന്നാണ് അർത്ഥം. എല്ലാവരെയും രമിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ എന്ന് അർത്ഥം.
ഭരണത്തിൽ അതിവിദഗ്ധനായി തീരും എന്നതിനാൽ കൈകേയിയുടെ മകനെ ഭരതൻ എന്ന് പേര് നൽകി. സർവലക്ഷണങ്ങളും തികഞ്ഞ സുമിത്രയുടെ ഒരു മകനെ ലക്ഷ്മണൻ എന്നും ശത്രുക്കളെ സംഹരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സുമിത്രയുടെ മറ്റേ പുത്രനെ ശത്രുഘ്നൻ എന്ന പേരും നൽകി. കൗസല്യാദേവി തൻ്റെ പായസത്തിൻ്റെ ഒരു പകുതിയാണ് സുമിത്രയ്ക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ സുമിത്രയുടെ ഒരു മകനായ ലക്ഷ്മണൻ എല്ലാ സമയത്തും രാമനോട് ഒന്നിച്ചായിരുന്നു. അതേസമയം കൈകേയിയും സുമിത്രയ്ക്ക് പായസത്തിൻ്റെ പകുതി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സുമിത്രയുടെ മറ്റേ പുത്രനായ ശത്രുഘ്നൻ എപ്പോഴും ഭരതൻ്റെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെ രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും ചേർന്ന് ആനന്ദകരമായ ബാലലീലകളോടുകൂടി അച്ഛനമ്മമാരെ ആനന്ദിപ്പിച്ചു. പുഞ്ചിരിക്കുമ്പോൾ മുട്ടുകളോട് കൂടിയ പല്ലുകൾ അല്പാൽപമായി പുറത്തേക്ക് കണ്ടിരുന്നു. പശുക്കുട്ടികളുടെ പിന്നാലെയും മുറ്റത്തും ഒക്കെ മുട്ടുകുത്തി നടക്കുന്ന രാമനെ കണ്ട് കൗസല്യയും ദശരഥനും വളരെയധികം സന്തോഷിച്ചു. ഊണ് കഴിക്കുമ്പോൾ ദശരഥ മഹാരാജാവ് പറയും, രാമ വരൂ, ഊണ് കഴിക്കാം. കളിക്കിടയിൽ രാമൻ അതൊന്നും കേൾക്കില്ല. അപ്പോൾ ദശരഥ മഹാരാജാവ് കൗസല്യാദേവിയോട് പറയും, കൂട്ടിക്കൊണ്ടുവരൂ രാമനെ. അങ്ങനെ കൗസല്യാദേവി രാമനെ പിടിക്കാനായിട്ട് ഓടും. യോഗികൾക്ക് പോലും പിടികൊടുക്കാത്ത രാമൻ അങ്ങനെ കുറേ നേരം കൗസല്യാദേവിയെ ഓടിപ്പിച്ചിട്ട് അവസാനം ഓടിച്ചെന്ന് ദശരഥ മഹാരാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കും. എന്നിട്ട് മണ്ണ് പുരണ്ട ആ കയ്യിൽ ചോറുരുള വാങ്ങി കഴിക്കും. പിന്നെയും ഓടാൻ തുടങ്ങും. കൗസല്യ മാസം തോറും പുണർദ നക്ഷത്രത്തിൽ മുറുക്ക്, കൊഴുക്കട്ട, അപ്പം, വട മുതലായ പലഹാരങ്ങളുണ്ടാക്കി ഭഗവാനെ നിവേദിക്കുകയും പ്രത്യേക വഴിപാടുകൾ നടത്തുകയും ചെയ്തു പോന്നു. അങ്ങനെ ഈ 4 ബാലന്മാർ അച്ഛനമ്മമാരെ സന്തോഷിപ്പിച്ച് അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവരെ കൗമാരപ്രായത്തിലെത്തി. വസിഷ്ഠ മഹർഷി അവരെ ഉപനയിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു. വേദങ്ങളും ശാസ്ത്രങ്ങളും ധനുർവേദവും പഠിപ്പിച്ച് 4 കുമാരന്മാരും സമർത്ഥരായി തീർന്നു. ലോകത്തിൻ്റെ മുഴുവൻ നാഥരായ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ മായ കൊണ്ട് മനുഷ്യരെ പോലെ അഭിനയിച്ചു വന്നു. രാമൻ ദിവസേന ലക്ഷ്മണനും ഒന്നിച്ച് കുതിരപ്പുറത്ത് കയറി നായാട്ടിനായി കാട്ടിലേക്ക് പോകും. ദുഷ്ടമൃഗങ്ങളെ കൊന്ന് അവയെ കൊണ്ടുവന്ന് അച്ഛനെ സമർപ്പിക്കും. രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അച്ഛനെയും അമ്മമാരെയും നമസ്കരിക്കും. അനന്തരം വിനയത്തോടെ പ്രജകളുടെ ആവശ്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് നിറവേറ്റിക്കൊടുക്കും. പിന്നീട് ബന്ധുക്കളോടൊന്നിച്ച് ഭക്ഷണം കഴിക്കും. ദിവസവും മുനിമാരുടെ അടുത്ത് ചെന്ന് ധർമ്മശാസ്ത്രങ്ങളുടെ രഹസ്യങ്ങളെക്കുറിച്ച് കേൾക്കുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും പതിവായിരുന്നു. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നാണ് പരമാത്മാവായ ഭഗവാൻ ഒരു മനുഷ്യരൂപമെടുത്ത് നമുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെയിരിക്കെ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണ് ശ്രീരാമനായി അവതരിച്ചിരിക്കുന്നത് എന്ന് അറിയാമായിരുന്ന വിശ്വാമിത്ര മഹർഷി ഒരു ദിവസം അയോധ്യയിലേക്ക് വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ദശരഥ മഹാരാജാവ് എഴുന്നേറ്റ് നമസ്കരിച്ചു. പിന്നീട് തൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷിയോടൊന്നിച്ച് അദ്ദേഹത്തെ വിധിയാംവണ്ണം സ്വീകരിച്ചു. മഹാരാജാവ് പറഞ്ഞു, അങ്ങയെപ്പോലുള്ളവർ ഇങ്ങനെ ഞങ്ങളുടെയൊക്കെ രാജകൊട്ടാരത്തിൽ വരുന്നത് അത്രയും സന്തോഷമുള്ള കാര്യമാണ്. അങ്ങയെപ്പോലുള്ള മഹത്തുക്കൾ വന്നാൽ അവിടെയുള്ള സകലവിധ സമ്പത്തുക്കളും വർദ്ധിച്ചു വരും. അങ്ങ് വന്ന ആവശ്യം പറഞ്ഞാൽ തീർച്ചയായും ഞാനത് സാധിപ്പിച്ചു തരുന്നതാണ്. ഇങ്ങനെ രാജാവിൻ്റെ വാക്കുകേട്ട് പ്രീതനായ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഞാൻ അമാവാസി തോറും ഒരു യാഗം നടത്തി വരാറുണ്ട്. എന്നാൽ ഈ ഇടയായി സുബാഹു എന്നും മാരീചൻ എന്നും പേരുള്ള 2 രാക്ഷസന്മാർ അതിനെ മുടക്കിക്കൊണ്ടിരിക്കുന്നു. അവരെ വധിക്കാനായിട്ട് രാമനെയും ലക്ഷ്മണനെയും എൻ്റെ കൂടെ അയക്കണം. അതുകൊണ്ട് അങ്ങേക്ക് ശ്രേയസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് കേട്ട് ചിന്താവിഷ്ടനായ ദശരഥൻ മറ്റാരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു ഉപദേശത്തിനായിട്ട് വസിഷ്ഠ മഹർഷിയെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ദശരഥ മഹാരാജാവ് ചോദിച്ചു, ഗുരു, ഈ ധർമ്മസങ്കടത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രാമനെ പറഞ്ഞയക്കാൻ എനിക്ക് തീരെ മനസ്സ് വരില്ല. അനേകം വർഷങ്ങൾക്ക് ശേഷം വളരെ മോഹിച്ചുണ്ടായ മക്കളാണല്ലോ ഇവർ 4 പേരും.
അവർ ദേവതുല്യരാണ്. അവരിൽ തന്നെ രാമൻ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടതാണ്. രാമനെ പിരിഞ്ഞാൽ പിന്നെ എനിക്കെൻ്റെ ജീവൻ നിലനിൽക്കില്ല. അതേസമയം ഇങ്ങനെ ഒരു ആവശ്യം ഞാൻ നിഷേധിച്ചാൽ വിശ്വാമിത്ര മഹർഷി തീർച്ചയായും എന്നെ ശപിക്കും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഈ സങ്കടത്തിൽ നിന്നും പുറത്തു കടക്കുക? അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം. രാമൻ മനുഷ്യനല്ല, പരമാത്മാവായ ഭഗവാനാണ്. അധർമ്മികളെ സംഹരിച്ച് ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കാനായി ബ്രഹ്മദേവൻ്റെ അപേക്ഷ പ്രകാരം അങ്ങയുടെയും കൗസല്യയുടെയും പുത്രനായി ജനിച്ചിരിക്കുകയാണ്. അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ ബ്രഹ്മദേവൻ്റെ മകനായ കശ്യപ പ്രജാപതിയായിരുന്നു. കൗസല്യ പൂർവജന്മത്തിൽ അങ്ങയുടെ പത്നിയും ദേവമാതാവുമായ അദിതി ആയിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും വളരെ കാലം ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് വിഷ്ണു പൂജയിലും ധ്യാനത്തിലും മുഴുകി ഭഗവാനെ തപസ് ചെയ്തിരുന്നു. നിങ്ങളുടെ തപസ് കൊണ്ട് സന്തോഷിച്ച ഭഗവാൻ പ്രത്യക്ഷനായിട്ട് വരം സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പുത്രനായി അവിടുന്ന് അവതരിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അങ്ങനെയാവാം എന്ന് അരുളി ചെയ്ത് ഭഗവാൻ അപ്രത്യക്ഷനായി. അതനുസരിച്ചാണ് ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ പുത്രനായി രാമൻ എന്ന നാമത്തിൽ ജനിച്ചിരിക്കുന്നത്. ആദിശേഷനാണ് ലക്ഷ്മണനായി പിറന്നിരിക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ശംഖും ചക്രവുമാണ് ഭരതശത്രുഘ്നന്മാർ. യോഗമായാദേവി ജനകപുത്രിയായി സീത എന്ന പേരിൽ ജനിച്ചിട്ടുണ്ട്. വിശ്വാമിത്ര മഹർഷി യഥാർത്ഥത്തിൽ രാമനെയും സീതയെയും കൂട്ടി യോജിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത്. ആ നിയോഗം അദ്ദേഹത്തിനാണ്. ഇത് അത്യന്തം രഹസ്യമാണ്. അങ്ങ് ഇത് ആരോടും പറയരുത്. അതുകൊണ്ട് അങ്ങ് ഒട്ടും വിഷമിക്കാതെ വിശ്വാമിത്രനെ പൂജിച്ച് ലക്ഷ്മണനോടൊത്ത് രാമനെ അദ്ദേഹത്തിൻ്റെ ഒപ്പം പറഞ്ഞയക്കുക. വസിഷ്ഠ മഹർഷി ഇപ്രകാരം പറഞ്ഞപ്പോൾ സന്തോഷം നിറഞ്ഞ ഹൃദയത്തോടെ ദശരഥ മഹാരാജാവ് രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷിയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സന്തുഷ്ടനായി തീർന്ന വിശ്വാമിത്രൻ ദശരഥനെ ആശീർവദിച്ചു. വില്ലും ശരങ്ങൾ നിറച്ച ആവനാഴിയും വാളും ധരിച്ച് രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയെ അനുഗമിച്ചു. കുറച്ചു ദൂരം പോയപ്പോൾ വിശ്വാമിത്ര മഹർഷി രണ്ടുപേർക്കും ബല എന്നും അതിബല എന്നും 2 ദിവ്യമായ മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. ഇവയെ ജപിച്ചാൽ വിശപ്പും ദാഹവും അകലുന്നതാണ്. അനന്തരം ഗംഗാനദി കടന്ന് 3 പേരും താടകാവനത്തിൽ എത്തിച്ചേർന്നു. പരാക്രമശാലിയായ രാമനോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രാമ, താടക എന്ന ഘോര രാക്ഷസി ഈ കാട് മുഴുവൻ അടക്കി ഭരിച്ചു വരുന്നു. അവൾ ഭയങ്കരിയാണ്, ലോകോപദ്രവകാരിയാണ്. സ്ത്രീയാണെന്ന് ശങ്കിക്കാതെ അവളെ വധിച്ചാലും അങ്ങനെയാവാം എന്ന് പറഞ്ഞ് രാമൻ വില്ലിൽ ഞാൻ കെട്ടി മുറുക്കി ചെറുവോ ഞാണൊലിയിട്ടു. ആ ശബ്ദം കാട് മുഴുവൻ മാറ്റൊലി കൊണ്ടു. താടക അത് തന്നോടുള്ള വെല്ലുവിളിയായി കണക്കാക്കി ഭയങ്കര സ്വരൂപിണിയും മേഘം പോലെ കറുത്തിരണ്ടവളുമായി അവൾ ക്രോധം കൊണ്ട് മതിമറന്നവളായി രാമൻ്റെ നേരെ പാഞ്ഞു ചെന്നു. രാമൻ ഒരു ഉഗ്രശരം അവളുടെ മാറിലേക്ക് പ്രയോഗിച്ചു. അതേറ്റ് ഹൃദയം പിളർന്ന് അവൾ മരിച്ചു വീണു. എന്നാൽ അവളുടെ ശരീരത്തിൽ നിന്നും സുന്ദരിയായി സർവാഭരണ വിഭൂഷിതയായി ഒരു യക്ഷി ഉയർന്നു വന്നു. അവൾ അഗസ്ത്യ മഹർഷിയുടെ ശാപത്താൽ രാക്ഷസിയായി തീർന്നവളായിരുന്നു. ശ്രീരാമൻ്റെ അനുഗ്രഹത്താൽ അവൾക്ക് ശാപമോക്ഷം ലഭിച്ചു. അങ്ങനെ രാമനെ നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ച് അനുജ്ഞ വാങ്ങി അവൾ സ്വർഗത്തിലേക്ക് പോയി. താടകവധം കണ്ട് സന്തോഷിച്ച വിശ്വാമിത്ര മഹർഷി രാമനെ ഗാഠം ആലിംഗനം ചെയ്തു. അതിനുശേഷം സകല ദിവ്യാസ്ത്രങ്ങളും അവ പ്രയോഗിക്കാനും ഉപസംഹരിക്കാനുമുള്ള മന്ത്രത്തോടെ രാമനെ ഉപദേശിച്ചു കൊടുത്തു. വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു. ആ കാലത്ത് ശിവഭഗവാനെ തപസ് ചെയ്ത് എല്ലാ ദിവ്യാസ്ത്രങ്ങളും മന്ത്രങ്ങളും വരമായി വാങ്ങിച്ചിരുന്നു. പിന്നീട് ബ്രഹ്മർഷിയായ അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യം ഇല്ലാതെ വന്നു. ആ ദിവ്യാസ്ത്രങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം ശ്രീരാമന് ഉപദേശിച്ചു കൊടുത്തത്. അന്ന് രാത്രി വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോട് കൂടി താമാശ്രമത്തിൽ താമസിച്ചു.
പിറ്റേ ദിവസം രാവിലെ പുറപ്പെട്ട് മധ്യാഹ്നത്തോടു കൂടി വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമമായ സിദ്ധാശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെയാണ് വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്യുന്നത്. ആ ആശ്രമത്തിലെ മുനിമാർ വിശ്വാമിത്ര മഹർഷിയുടെ ഉപദേശപ്രകാരം രാമനെയും ലക്ഷ്മണനെയും എതിരേറ്റ് സൽക്കരിച്ചു. അടുത്ത ദിവസം ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു, മഹർഷേ, അങ്ങ് യാഗത്തിന് ദീക്ഷ വരിച്ചാലും നീചന്മാരായ രാക്ഷസന്മാരെ ഞങ്ങൾക്ക് കാണിച്ചു തരൂ. അങ്ങനെയാവാം എന്ന് പറഞ്ഞ് മഹർഷി മറ്റു മുനിമാരോടൊന്നിച്ച് യാഗം ആരംഭിച്ചു. മധ്യാഹ്നമായപ്പോഴേക്കും മാരീചനെന്നും സുബാഹുവെന്നും പേരുള്ള രാക്ഷസന്മാർ കുറെ അനുചരന്മാരോടും കൂടി അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ അഗ്നികുണ്ഡത്തിലേക്ക് ചോരയും എല്ലുകളും വർഷിപ്പിക്കാൻ തുടങ്ങി. രാമൻ ഉടൻ തന്നെ വില്ലെടുത്ത് 2 ദിവ്യാസ്ത്രങ്ങൾ തൊടുത്ത് മാരീചൻ്റെയും സുബാഹുവിൻ്റെയും നേരെ വെവ്വേറെ പ്രയോഗിച്ചു. അതിൽ വായവ്യാസ്ത്രം മാരീചനെ വട്ടം കറക്കി 100 യോജന വേഗത്തിൽ സമുദ്രത്തിൽ കൊണ്ടുപോയി വീഴ്ത്തി. അത് കണ്ടവരെല്ലാം ആശ്ചര്യപ്പെട്ടു. മറ്റേ ബാണം ആഗ്നേയാസ്ത്രമായിരുന്നു. അത് സുബാഹുവിനെ ഭസ്മമാക്കി തീർത്തു. മറ്റു രാക്ഷസന്മാരെ ലക്ഷ്മണനും വധിച്ചു. ദേവന്മാർ രാമനെയും ലക്ഷ്മണനെയും പുഷ്പവൃഷ്ടി ചെയ്ത് അഭിനന്ദിച്ചു. ഇതിനിടയിൽ മാരീചൻ ഭഗവാനിൽ ശരണാഗതി അടഞ്ഞതിനാൽ മാരീചനെ ഭഗവാൻ വധിച്ചില്ല. വിശ്വാമിത്ര മഹർഷി രാമനെയും ലക്ഷ്മണനെയും വേണ്ട പോലെ പരിചരിച്ചു. സ്വാദുള്ള ഫലമൂലങ്ങൾ ആഹാരമായി കൊടുത്തു. പുരാണക്കഥകൾ പലതും പറഞ്ഞു കൊടുത്തുകൊണ്ട് 3 ദിവസം സിദ്ധാശ്രമത്തിൽ തന്നെ താമസിച്ചു. 4-ാം ദിവസം പ്രഭാതത്തിൽ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രാമ, വിദേഹ രാജാവിൻ്റെ രാജ്യത്ത് ഒരു യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പരമശിവന്റെ ശ്രേഷ്ഠമായ ഒരു വില്ലും ഉണ്ട്. യാഗത്തിൽ പങ്കെടുക്കാനും ആ ശൈവചാപം കാണാനുമായി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ജനക മഹാരാജാവ് നിങ്ങൾ 2 പേരെയും ആദരിക്കുന്നതാണ്. ഇപ്രകാരം പറഞ്ഞ് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോട് ഒന്നിച്ച് മിഥിലാപുരയിലേക്ക് മടങ്ങി. യാത്രാമധ്യേ അവർ ഗംഗാതീരത്തെത്തി. അവിടെയായിരുന്നു ഗൗതമ മഹർഷിയുടെ ആശ്രമം. ദിവ്യങ്ങളായ പുഷ്പങ്ങളും ശ്രേഷ്ഠങ്ങളായ പഴങ്ങളും ഒക്കെ സമൃദ്ധമായി അവിടെ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ അവിടെ പക്ഷികളോ മൃഗങ്ങളോ മറ്റു ജീവജാലങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രദേശം കണ്ട് രാമൻ ചോദിച്ചു, ഇതാരുടെ ആശ്രമമാണ്? എന്തുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത്? ഇവിടെ എത്തിയപ്പോൾ എനിക്കെന്തോ മനസ്സിന് വളരെ സന്തോഷം. മഹർഷേ, ഈ ആശ്രമത്തെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നാലും. ഇത് കേട്ട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രാമ, പണ്ട് നടന്ന ഒരു സംഭവമാണ്. ഗൗതമ മഹർഷി ധർമ്മജ്ഞനും പ്രസിദ്ധനുമായിരുന്നു. വിഷ്ണു ഭഗവാനെ തപസ്സുകൊണ്ട് ആരാധിച്ച് അദ്ദേഹം ഈ ആശ്രമത്തിൽ തപസ്സു ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മനിഷ്ഠ കണ്ട് സന്തോഷിച്ച ബ്രഹ്മാവ് ലോകസുന്ദരിയായ അഹല്യയെ ഗൗതമനെ പത്നിയായി കൊടുത്തു. അഹല്യ ഭക്തി ബഹുമാനത്തോടെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു വന്നു. ഗൗതമ മഹർഷിയോടൊന്നിച്ച് അഹല്യയും വളരെ കാലം ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നു. അതേസമയം ലോകൈക സുന്ദരിയായ അഹല്യയിൽ ആസക്തനായ ഇന്ദ്രൻ ഒരു ദിവസം ഗൗതമ മുനി സ്നാനത്തിന് പോയ തക്കത്തിൽ ഗൗതമൻ്റെ വേഷത്തിൽ ആശ്രമത്തിൽ വന്ന് അഹല്യയെ പ്രാപിച്ചു. ഉടനെ യാത്രയാവുകയും ചെയ്തു. അതേസമയം അപ്പോഴേക്കും ഗൗതമൻ സ്നാനം കഴിഞ്ഞ് തിരിച്ചെത്തി. തൻ്റെ രൂപത്തിൽ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളെ കണ്ടിട്ട് കത്തിജ്വലിക്കുന്ന കോപത്തോടെ ഗൗതമൻ ചോദിച്ചു, എൻ്റെ രൂപം ധരിച്ച നീചനായ നീ ആരാണ്? സത്യം പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ ശപിച്ച് ഭസ്മമാക്കി കളയും. ഇത് കേട്ട് പേടിച്ച് ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ ദേവരാജാവായ ഇന്ദ്രനാണ്. കാമത്തിന് അടിമപ്പെട്ട് നീചപ്രവൃത്തി ചെയ്തുപോയി. അങ്ങ് ക്ഷമിച്ച് എന്നെ രക്ഷിക്കണം. എന്നാൽ ഗൗതമൻ പറഞ്ഞു, പരസ്ത്രീ ലംബടനായി സഞ്ചരിക്കുന്ന നീച, നീ ശരീരമാസകലം പുരുഷ ജനനേന്ദ്രിയം ഉണ്ടായവനായി തീരട്ടെ എന്നാണ് ശപിച്ചത്. അതേസമയം പേടിച്ച് വിറച്ച് തൊഴുതുകൊണ്ട് നിൽക്കുന്ന അഹല്യയോട് ഗൗതമൻ പറഞ്ഞു, ദുഷിച്ചവളെ, നീ ഈ ആശ്രമത്തിൽ ശിലാരൂപിണിയായി തീരട്ടെ. ആഹാരമൊന്നുമില്ലാതെ രാവും പകലും തപസ് ചെയ്തുകൊണ്ട് നീ ഇവിടെ താമസിക്കുക. വെയിലും മഴയും ഏറ്റുകൊണ്ട് സർവേശ്വരനായ ഭഗവാനെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് ഇവിടെ തപസ് ചെയ്യുക. ഈ ആശ്രമത്തിൽ ഇന്നു മുതൽ ജീവജാലങ്ങളൊന്നും ഇല്ലാതായി തീരും. ഇങ്ങനെ അനേകായിരം സംവത്സരങ്ങൾ തപസ്വിനിയായി കഴിയുമ്പോൾ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ
അനുജനോടുകൂടി ഇവിടേക്ക് വരും. ശിലാരൂപിണിയായ നിന്നെ പാദം കൊണ്ട് സ്പർശിക്കുന്ന സമയത്ത് നിന്റെ പാപം നശിച്ച് പഴയ രൂപത്തിലാവുന്നതാണ്. ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്ത് ഭക്തിയോടെ സ്തുതിക്കൂ. അതോടെ നിന്റെ ശാപം തീർന്ന് പഴയതുപോലെ എന്നെ ശുശ്രൂഷിക്കുന്നവളായിത്തീരും. ഇങ്ങനെ പറഞ്ഞ് ഗൗതമൻ തപസ്സു ചെയ്യാനായി ഹിമാലയത്തിലേക്ക് പോയി. വിശ്വാമിത്ര മഹർഷി തുടരുകയാണ്. അന്നു മുതൽ അഹല്യ മറ്റാർക്കും കാണാൻ കഴിയാത്തവളായി തീർന്നു. നിർജ്ജനമായ ഈ ആശ്രമത്തിൽ അങ്ങയുടെ പാദസ്പർശത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അഹല്യ ഉഗ്ര തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുനിപത്നിയും ബ്രഹ്മപുത്രിയുമായ അഹല്യയെ പവിത്രയാക്കിയാലും എന്ന് പറഞ്ഞ് രാമൻ്റെ കൈപിടിച്ച് മുനിശ്രേഷ്ഠനായ വിശ്വാമിത്രൻ തപസ്വിനിയായ അഹല്യയെ കാണിച്ചു കൊടുത്തു. ശ്രീരാമചന്ദ്രൻ ആ ശിലയെ തൻ്റെ പാദം കൊണ്ട് ഒന്ന് തൊട്ടു. അതോടെ ശാപമോക്ഷം വന്ന അഹല്യയെ കണ്ടു. ഞാൻ രാമനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. മുനിപത്നിയെ നമസ്കരിച്ചു. അഹല്യ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ കൺകുളിർക്കെ നോക്കിക്കണ്ടു. മഞ്ഞപ്പട്ടുടുത്തവനും വില്ലും ശരങ്ങളും ധരിച്ചവനും ലക്ഷ്മണ സമേതനും പുഞ്ചിരി തൂകുന്നവനും ചെന്താമരക്കണ്ണനും ശ്രീവത്സം സൂക്ഷിക്കുന്ന മാറിടത്തോടു കൂടിയവനും നീലമാണിക്യത്തിൻ്റെ നിറത്തോടു കൂടിയവനും 10 ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നവനുമായ ആ ഭഗവാനെ കണ്ടതുകൊണ്ടുള്ള സന്തോഷാധിക്യത്താൽ വികസിച്ച കണ്ണുകളോടുകൂടിയ അഹല്യ തൻ്റെ ഭർത്താവായ ഗൗതമ മഹർഷിയുടെ വാക്കുകൾ ആലോചിച്ചു. സാക്ഷാൽ പരമാത്മാവായ നാരായണൻ തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കി അർഘ്യപാദാദികളാൽ വിധി പോലെ രാമനെ പൂജിച്ചു. രാമൻ്റെ പാദസ്പർശ പ്രഭാവത്താൽ പാപമെല്ലാം നശിച്ചവളായ അഹല്യ ശ്രീരാമചന്ദ്രൻ്റെ പാദത്തിൽ ഭക്തിയോടെ നമസ്കരിച്ചു. എന്നിട്ട് എഴുന്നേറ്റിട്ട് ഭക്തിഭാവത്തോടെ അഹല്യ ഗദ്ഗദ കണ്ഠത്തോടെ ശ്രീരാമസ്വാമിയെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പരമാത്മാവായ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ച് അനുവാദം വാങ്ങിക്കൊണ്ട് അഹല്യ ഗൗതമ മഹർഷിയുടെ സമീപത്തേക്ക് പോയി. അനന്തരം ഗൗതമ മഹർഷി രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു, ഇനി നമുക്ക് വിദേഹ രാജ്യത്തേക്ക് പോകാം. അവിടെ വിദേഹ രാജാവ് നടത്തുന്ന യാഗത്തിൽ പങ്കെടുത്തതിന് ശേഷം അയോധ്യയിലേക്ക് മടങ്ങാം. അഹല്യ സ്തുതി വരെയാണ് 3-ാമത്തെ ദിവസം വായിക്കേണ്ടത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൾ.